ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് അമറൂദ് കാ പേഡ് എന്ന ഗ്യാൻഡഞ്ചൻ്റെ ആ ഒരു സ്റ്റോറി, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അർത്ഥവത്തായ ഒരു കഥയാണ്, വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കഥയാണ്, പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നമുക്കിതിൽ വളരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. അമറൂദ് കെ പേഡ് കാ കട്ന സമാജ് കി കിൻ പരിസ്ഥിതിയോ കോ ബതാത്ത ഹൈ. ആ പേരച്ചെടി അത് വെട്ടുന്നത് എന്തിൻ്റെ പ്രതീകമായിട്ടാണ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്? എന്താണ്? അമറൂദ് കെ പേഡ് കാ കട്ന സമാജ് മേ വ്യാപ്ത് അന്ധവിശ്വാസോं की ओर इशारा करता है. സമാജ് മേ ബഹുത് സേ അന്ധവിശ്വാസ് ഹെ. സമൂഹത്തിൽ ഒരുപാട് സൂപ്പർസ്റ്റിഷൻസ് ഉണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. അതിൻ്റെ ഒരു വിജയമാണ് അമറൂദിൻ്റെ ആ പേട് അവർ വെട്ടാൻ ഇടയായത്. അന്ധവിശ്വാസങ്ങളെ ചെറുത്ത് നിൽക്കാൻ അവർക്ക് പറ്റിയില്ല, ആ അമ്മയ്ക്ക് അത് ചെറുത്ത് നിൽക്കാൻ പറ്റിയില്ല. കിസ്നെ അമറൂദ് കെ പേട് പർ ഝൂല ലഗ്വാ ദിയാ ഥാ. ഝൂല എന്ന് വെച്ചാൽ ഊഞ്ഞാൽ. അപ്പോൾ ആ ഒരു പേരച്ചെടി വളർന്ന് പന്തലിച്ച് അതിലവർ തത്തമ്മയുടെ കൂട് തൂക്കിയിടുമായിരുന്നു. അതുപോലെ വീട്ടിലെ പപ്പു, കൊച്ചുകുട്ടിയാണ്, പപ്പുവാണ് അതിലൊരു ഊഞ്ഞാലും കെട്ടിച്ചത്. ഓക്കെ, तो पप्पू ने अमरूद के पेड़ पर झूला लगवा दिया था. किसने राखाल के हाथ लेखक के लिए अमरूद भिजवाए थे. നമ്മുടെ ലേഖക്, എഴുത്തുകാരൻ ജോലി സംബന്ധമായി വേറെ ടൗണിൽ താമസമായപ്പോൾ മിദ്ദുവാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരി മിദ്ദുവാണ് ഈ പേരയ്ക്ക കൊടുത്തയച്ചത് രാഖാൽ വഴി. മിദ്ദുനെ രാഖാൽ കെ ഹാത്ത് അമറൂദ് ഭിജ്വായെ थे. അപ്പം മിദ്ദുവാണ് പേരയ്ക്ക രാഖാൽ വഴി കൊടുത്തയച്ചത്. സബ്സെ പെഹലെ അമറൂദ് കെ പേട് കോ അശുഭ് കിസ്നെ കഹാ. അപ്പോൾ ആ പേരച്ചെടി താനേ വളർന്നു. അത് അവർ പറയുന്നുണ്ടല്ലേ, രാം ഭരോസെ വളർന്ന്. അതിൽ പറയുന്നുണ്ട് രാം ഭരോസയാണ് ആ പേരത്തൈ വളർന്നു വന്നത്, അല്ലാതെ ആരും അതിന് കെയർ ചെയ്തില്ലായിരുന്നു തുടക്കത്തിൽ. പക്ഷേ അത് വലുതായപ്പോൾ ആരാണ് ആദ്യം ഇത് അശുഭമാണ്, ഇത് ശരിയല്ല, ഇതിനെ വെട്ടിക്കളയണമെന്ന് ആരാണ് പറഞ്ഞത്? कन्हैयालाल की बूढ़ी पत्नी ने कहा कि अगर घर का मुखड़ा पश्चिम दिशा की ओर हो और आंगन में अमरूद का पेड़ हो तो काफ़ी अशुभ होता है. വീട് വെസ്റ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്യുന്നതാണെങ്കിൽ മുറ്റത്തൊരു പേരച്ചെടി ഉണ്ടെങ്കിൽ അത് വളരെ അശുഭമാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആദ്യം അവരുടെ അടുത്ത്, പിന്നീട് പലരും പറഞ്ഞു, പക്ഷേ ആദ്യം പറഞ്ഞത് കനയ്യലാലിൻ്റെ ബൂഢി പത്നിയാണ് പറഞ്ഞത്. അവരുടെ പേര് അതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഘോഷ് ബാബു കെ മാലിനെ ക്യാ സുझाव ദിയ. പിന്നീടൊരു വ്യക്തി വേറൊരു അന്ധവിശ്വാസം ഈ പേരച്ചെടിയെ ചൊല്ലി പറഞ്ഞു. അതെന്താണ്? ഘോഷ് ബാബുയുടെ ഗാർഡനർ, അയാളുടെയും പേര് മെൻഷൻ ചെയ്യുന്നില്ല കഥയിൽ, മാലി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഘോഷ് ബാബു കെ മാലിനെ മാँ को बताया कि पहली फसल के फल तोड़कर फेंक देने से दूसरी बारी में फसल खूब और अच्छे आते हैं. ആദ്യം ഉണ്ടാവുന്ന വിളവ് പിച്ചിക്കളയാണെങ്കിൽ, ചെറിയ ചെറിയ പേരയ്ക്ക ഉണ്ടാകുമ്പോൾ തന്നെ പിച്ചിക്കളയാണെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ വിളവ് വളരെ മനോഹരമായിരിക്കും, ഒരുപാടുണ്ടാവും. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത് ഏതൊക്കെ രണ്ട് ചെടിയിൽ പ്രത്യേകിച്ച് ആപ്ലിക്കബിളാണ്? പേരയിലും പിന്നെ നാരകത്തിലും, ഇത് രണ്ടിലും ആപ്ലിക്കബിളാണ്. ലേഖക് കിസ്കെ ശോഭ് പർ സന്തുഷ്ട് ഹോത്തെ ഹെ. ആര് ദേഷ്യപ്പെട്ടപ്പോഴാണ് എഴുത്തുകാരന് ഒരു സന്തോഷം തോന്നിയത്? मिद्दू युवा पीढ़ी की प्रतिनिधि है जो समाज में व्याप्त अंधविश्वासों के खिलाफ थी. इसलिए अमरूद के पेड़ के काटे जाने के जिक्र मात्र से ही उसमें शोभ पैदा होता है. അപ്പോൾ ആ പേരച്ചെടി വെട്ടിക്കളഞ്ഞു കഴിഞ്ഞ് അതിനെപ്പറ്റി സംസാരം വന്നപ്പം തന്നെ മിദ്ദുവിൻ്റെ മുഖമൊക്കെ അങ്ങാകെ മാറി. ആ ഒരു ശോഭ, ആ ഒരു ദേഷ്യം ലേഖകന് ഇഷ്ടപ്പെട്ടു. കാരണം അടുത്ത ജനറേഷനെങ്കിലും ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിനൊരു സമാധാനം തോന്നി. लेखक अपनी बहन मिद्दू के शोभ पर संतुष्ट होते हैं क्योंकि यह शोभ वर्तमान सामाजिक परिस्थितियों में നിഹായത്ത് ജറൂരി ഹെ. നിഹായത്ത് എന്ന് വെച്ചാൽ വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ ഈ ഒരു അന്ധവിശ്വാസം മാറണമെങ്കിൽ പുതുതലമുറയെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം, പുതുതലമുറയിലൂടെ എങ്കിലും ഒരു മാറ്റം വരണം. അതുകൊണ്ട് തന്നെ ലേഖക് കോ മിദ്ദു കെ ശോഭ് പർ സന്തുഷ്ടി ഹോത്തി ഹെ.
अमरूद के पेड़ की छाया किस प्रकार लेखक को उनके भाई बहनों के साथ जोड़ती है. ഇനിയും ഈ ഒരു പേരച്ചെടിയുടെ കീഴിലിരുന്നാണ് അവരവരുടെ ഒരു പേഴ്സണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു തണലിൽ അത് ലേഖക് അത് പിന്നീട് ടൗണിൽ പോകുമ്പോൾ കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. അവിടുത്തെ ഒരു ആർട്ടിഫിഷ്യൽ അംബ്രല പോലെയല്ല, വളരെ നാച്ചുറൽ ഒരു തണലായിരുന്നു ആ പേരച്ചെടിയുടെ താഴെ ഇരിക്കുമ്പോൾ. അവർക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമായിരുന്നു. അവർ സഹോദരങ്ങൾ തമ്മിൽ തർക്കിക്കുകയും ഓരോരോ പുതിയ കാര്യങ്ങൾ പറയുകയും, അപ്പോൾ അതൊരു വേദിയായിരുന്നു. അത് അവരുടെ ഒരു, നമുക്കും നമ്മുടെ വീട്ടിൽ കാണും ഏതെങ്കിലും ഒരു കോർണർ, ഒരു ഫേവറേറ്റ് സ്പേസ്. അത് ചിലപ്പം ടെറസിലാകാം, ഒരു ബാൽക്കണി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയാകാം. അപ്പോൾ അത് അങ്ങനെ ഇവരുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു ആ പേരച്ചെടിയുടെ അതിൻ്റെ ഷെയ്ഡ്. अमरूद का पेड़ कुछ ही वर्षों में लेखक के परिवार का एक हिस्सा बन गया था. അവരുടെ ഫാമിലിയുടെ ഒരു ഭാഗമായി മാറിയിരുന്നു ആ अमरूद का पेड़. अमरूद के पेड़ की छाया में बैठकर आपस में विचार विमर्श होता था. पेड़ की छाँव में बैठकर बातें करने में एक अजीब किस्म की आत्मीयता का अनुभव होता था और वे उम्र की फ़र्क को भूलकर മസ്തി കിയാ കർത്തേ ഥേ. വേ ഉമ്ര കി ഫർക്ക് കോ ഭൂൽ ജാത്തേ ഥേ. മുതിർന്നവരുണ്ടായിരുന്ന ആ ഫാമിലിയിൽ കുട്ടികൾ തന്നെ പല ഏജിലെയായിരുന്നു. പക്ഷേ തർക്കിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ചൂടോടെ ഡിബേറ്റ് നടത്തുമ്പോൾ അതിൽ ചെറുത് വലുത് സീനിയർ ജൂനിയർ എന്നൊന്നും ഇല്ല. ഒരു പ്രത്യേക ആത്മീയത ആ സമയത്ത് ഉളവാകുമായിരുന്നു. അത് ആ ഒരു അമ്രൂദിൻ്റെ പേടിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നെന്നാണ് ലേഖക് വിശ്വസിച്ചിരുന്നത്. इसलिए लेखक को लगता कि अमरूद की पेड़ की छाया उन्हें उनके भाई बहनों से जोड़ती है. അവരുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തിന് ആ മരത്തിന് ഒരു പങ്കുണ്ടെന്നാണ് ലേഖക് വിശ്വസിച്ചിരുന്നത്. लेखक को क्यों लगता है कि इन सब पिछड़े ख्यालों का हमारे घर में गुजर नहीं हो सकेगा. ഇനി പലരും വന്ന് ഇത് വെട്ടണം, ഇത് ശരിയല്ല, ഇതിങ്ങനെ നിൽക്കുന്ന നിങ്ങൾക്ക് ആപത്താണ്, ദോഷമാണ്, അശുഭമാണ്, അങ്ങനെ പലരും പറയുമ്പം ലേഖകന് വിശ്വാസമായിരുന്നു എൻ്റെ ഫാമിലി അതൊന്നും ചെവി കൊള്ളില്ല, ഞങ്ങൾ വളരെ ഫോർവേഡ് തിങ്കിങ് ആണ്, ഞങ്ങളുടെ ഉച്ച വിചാരമാണ്, ഞങ്ങളുടെ വിചാരധാര തന്നെ ഡിഫറെൻ്റാണ്. റീസൺ അദ്ദേഹത്തിന് ഒരുപാടുണ്ടായിരുന്നു. അമ്മ പണ്ട് ജയിലിൽ പോയിട്ടുള്ള സ്ത്രീയാണ്. എല്ലാ വീടുകളിലൊന്നും സ്ത്രീകൾ ജയിലിൽ പോയിട്ടില്ല. അമ്മയ്ക്ക് അത്രയും ധൈര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല വീട്ടിൽ പലരും ഇൻ്റർകാസ്റ്റ് മാരേജ് നടത്തിയിട്ടുണ്ട്, ലവ് മാരേജ് എന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തവരാണ്. എന്ന് മാത്രമല്ല എൻ്റെ ഒരു അപ്പച്ചി അന്നത്തെ കാലത്ത് പഠനത്തിന് വേണ്ടി മാത്രം ജീവിതം ചെലവഴിച്ച് വിവാഹം പോലും കഴിക്കാതിരുന്നു. എന്നിട്ടും സൊസൈറ്റിക്ക് അവരെ ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് ബോൾഡ് ക്യാരക്ടേഴ്സ് ഉള്ളൊരു ഫാമിലിയായിരുന്നു ഞങ്ങളുടേത്. ഇസീലിയെ ലേഖക് को लगता कि इन सब पिछड़े ख्यालों का हमारे घर में गुजर नहीं हो सकेगा. गुजर नहीं होना വെച്ചാൽ വില പോകത്തില്ല. लेखक का परिवार खुले विचारों वाला पढ़ा लिखा परिवार था. वे इस प्रकार की सामाजिक कुरीतियों पर विश्वास नहीं करते थे. माँ सत्याग्रहों के दिनों में जेल जा चुकी थी और उनकी बुआ ने अविवाहित रहकर पूरी जिंदगी पढ़ने लिखने में बिता दी थी. यही नहीं, उनके परिवार में अंतर्जातीय प्रेम विवाह के उदाहरण भी मौजूद थे. इसलिए लेखक को लगा कि इस प्रकार की दकियानूसी सोच एवं पिछड़े ख्यालों का ഉൻകെ ഘർ മേ കോയി ഗുസർ നഹി. ദക്കിയാനൂസി എന്ന് വെച്ചാൽ ഇത്രയും പഴഞ്ചൻ ചിന്താഗതികൾ, അതൊന്നും അവരുടെ വീട്ടിൽ വില പോയില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, लेखक की माँ अमरूद के पेड़ के लगे रहने का क्या दुष्परिणाम मानती थी. പലരും ഇങ്ങനെ പറയും അശുഭമാണെന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ്റെ അമ്മയ്ക്ക് അത് അധികം നാൾ താങ്ങി നിൽക്കാൻ പറ്റിയില്ല. കാരണമുണ്ട്. അവർ സ്വയം അവർക്ക് ട്യൂബർക്ലോസിസ് ആയി, അവരുടെ രോഗം, പിന്നീട് അവരുടെ വീട്ടിൽ വേറെ ചില കാര്യങ്ങൾ ഇൻറ്റേർണലി ലൈക്ക് മൂത്ത മരുമോൾക്ക് വീട് മാറി താമസിക്കണമെന്നുള്ള ഒരു ചിന്താഗതി. മൂത്ത മരുമോൾ ഇവരോടൊരു അകൽച്ച പാലിക്കുന്നു. പിന്നെ ഇളയ പയ്യൻ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ പോലെ നടക്കുന്നു. പിന്നെ വീട്ടിലുള്ളവർക്ക് ബിസിനസ്സിൽ നിന്ന് മനസ്സ് മാറുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ആ അമ്മയ്ക്ക് തോന്നി ഈ ഒരു പേരച്ചെടി ഇവിടെ നിൽക്കുന്നതാണ് ഇതിനെല്ലാത്തിനും കാരണം. जब कभी कोई आंगन में लगे अमरूद के पेड़ का अशुभ होने का जिक्र करता तो लेखक की माँ एकदम से दुखी और परेशान हो जाती. उन्हें लगता कि उनकी बीमारी, बड़ी बहू का परिवार से अलगाव भावना, छोटे बेटे का निठल्लापन और लोगों का धंधे से बिखर जाना, सबका सीधा संबंध अमरूद के पेड़ से ही है. എല്ലാം ഈ ഒരു ചെടി ഇവിടെ നിൽക്കുന്നത് കാരണമാണ്, എല്ലാം ഈ ഒരു അമറൂദ് കാ പേട് ഇവിടെ നിൽക്കുന്നത് കാരണമാണെന്നാണ് അമ്മ വിശ്വസിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേഖക് അപ്നെ ഘർ വാപ്പസ് ജാക്കർ ഉദാസി കാ അനുഭവ് ക്യോं करता है.
ജോലി സ്ഥലത്ത് നിന്ന് കുറേ നാളിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ലേഖകന് അത്ര ഒരു സന്തോഷം തോന്നിയില്ല. അതിൻ്റെ കാരണം എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം, വീട്ടിൽ കയറി വന്നപ്പോൾ മുതിർന്നവരുടെ പണ്ടത്തെ പോലുള്ള ഒരു സ്വാഗത ഭാവമില്ലായിരുന്നു. ഒരു റിസീവ് ചെയ്യുമ്പം ഒരു സന്തോഷം, ഒരു പ്രകടമായ സന്തോഷം കണ്ടില്ല. പിന്നെ കണ്ടത് എന്താണ്? വലിയ കാര്യത്തിൽ വന്നതാണ്, പക്ഷേ അപ്പോൾ അവിടെ പേരച്ചെടി ഇല്ല. അപ്പാടെ അത് മുറിച്ച് മാറ്റിയിരിക്കുന്നു, അവിടെ വേറെ ചെടികൾ വെച്ചിരിക്കുന്നു. അത് കണ്ടപ്പം തന്നെ ലേഖകന് വളരെയധികം വിഷമമായി. ഏറ്റവും അധികം വിഷമം അദ്ദേഹത്തിന് എന്താണ്? മക്കളെല്ലാം ജബ് ബുലന്ദിയാ ഛൂ രഹേ ഥേ, ബുലന്ദിയാ ഛൂന എന്ന് വെച്ചാൽ റീച്ചിങ് ഹൈറ്റ്സ് എന്ന് വെച്ചാൽ സക്സസ് ആവുമായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവരെല്ലാം സക്സസ് ആവുമായിരുന്നു. നമ്മൾ ലൈഫിൽ സക്സസ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെല്ലാം ശുഭം നടക്കുന്നുണ്ടല്ലേ നമ്മൾ സക്സസ് ആവുന്നത്. അങ്ങനെ മക്കളെല്ലാം നല്ല സക്സസ്ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ അമ്മ ഈ അന്ധവിശ്വാസത്തിന് കീഴടങ്ങിയല്ലോ എന്നോർത്താണ് അദ്ദേഹത്തിന് ഏറ്റവും സങ്കടം തോന്നിയത്. घर वापस जाने पर लेखक ने पाया कि अमरूद का पेड़ काट दिया गया है. उन्हें इस बात का काफ़ी अफसोस होता है कि उनका परिवार भी अंततः अंधविश्वासों के चंगुल में आ ही गया. चंगुल में आना അതിൻ്റെ ഒരു പ്രഭാവത്തിൽ വീണു പോവുക. പലരും പറഞ്ഞപ്പം പിടിച്ചു നിന്നെങ്കിലും അവസാനം അന്ധവിശ്വാസം വിജയിച്ചു. ऐसे वक्त जब परिवार के सभी बच्चे जीवन की बुलंदियां छू रहे थे, तब माँ को अंधविश्वास ने पराजित कर दिया. और वैसे भी लेखक ने पाया कि उनके प्रति बड़ों में कोई स्वागत भाव भी नहीं था. इन्हीं कारणों से लेखक अपने घर वापस जाकर उदासी का अनुभव करते हैं. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ അഥവാ വരുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു സമ്മറി ആയിട്ടായിരിക്കും വരുന്നത്. അല്ലെ ഈ അമറൂദ് കാ പേട് എന്തിൻ്റെ പ്രതീകമാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളൊരു പാഠ് കാ സാരാംശം തന്നേക്കാം. ज्ञानरंजन की कहानी अमरूद का पेड़ में वे अपनी घर की चार दीवारी में लगे अमरूद के पेड़ से अपनी लगाव एवं भावनात्मक संबंध को रोचक तरीके से व्यक्त करते हैं. रोचक मीन्स इंटरेस्टिंग. अमरूद का पेड़ अपने आप ही उगाया था और शुरुआत में सभी उसके प्रति उदासीन ही रहे. തന്നെ വളർന്നു വന്നതാണ് ആ ചെടി. ആദ്യം സഭി ഉസ്കെ പ്രതി ഉദാസീൻ രഹെ. ഉദാസീൻ എന്ന് വെച്ചാൽ വലിയ മൈൻഡ് ചെയ്യാതിരിക്കുക. लेकिन कुछ ही सालों में वह एक सुंदर छायादार पेड़ में बदल गया और जैसे ही उसमें फूल लगने लगे सभी की खुशियों का ठिकाना न रहा. കുറച്ച് വർഷമായപ്പം തന്നെ അത് നല്ല പടർന്ന് പന്തലിച്ചൊരു നല്ലൊരു വൃക്ഷമായി മാറി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം തന്നെ അത് നല്ല നല്ലൊരു മരമായിട്ട് മാറി. എന്നിട്ട് അതിൽ പൂക്കൾ വന്നപ്പം എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. लेकिन अमरूद के पेड़ से जुड़े अंधविश्वास समाज में इतनी अधिक व्याप्त थी कि जो भी उसे देखता उसे कटवाने की बात करता. പക്ഷേ കഷ്ടാലം നോക്കണേ, ആര് വന്നാലും പേരച്ചെടി നിൽക്കുന്ന കാണുമ്പോൾ ആദ്യം പറയുന്നത് എങ്കിൽ ഇത്രയും നല്ല ചെടി ഇവിടെ നിൽക്കുന്നു എന്നല്ല, ഇത്രയധികം വൈറ്റമിൻ്റെ കലവറയും ഇത്രയധികം ഔഷധ ഗുണമുള്ളൊരു ചെടി ഇവിടെ ഉണ്ടല്ലോ എന്നല്ല, ഇത് അശുഭമാണ്, ഇതിനെ വെട്ടിക്കളയണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഉസ്കാ ഹോന അശുഭ कहते. लेकिन लेखक का परिवार इन सब बातों पर विश्वास नहीं करता था. उनके परिवार में लोगों की विचारधारा आधुनिक थी. വിചാരധാര, അവരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡൊക്കെ നല്ല ഹൈ ആയിരുന്നു. അവരുടെ ചിന്താഗതിയൊക്കെ വേറിട്ടായിരുന്നു അവരുടെ ഫാമിലിയിൽ. और सभी सामाजिक अंधविश्वासों के रहते अमरूद का पेड़ बड़ा होता गया, ഫൽത്താ ഫൂൾത്താ भी गया. അതുപോലെ ചെറുതിലേ വെട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എഴുത്തുകാരന് ഇത്രയും വിഷമം വരില്ലായിരുന്നു. പക്ഷേ എല്ലാ അന്ധവിശ്വാസങ്ങളെയും ചെറുത്ത് നിന്നുകൊണ്ട് ആ ചെടി അവിടെ വളർന്ന് പന്തലിച്ചു. നല്ല ഒത്ത ഒരു ചെടിയായി മാറി. നല്ല സ്വീറ്റായിട്ടുള്ള മധുരമായിട്ടുള്ള പേരക്കയായിരുന്നു അത് തന്നിരുന്നത്. അമറൂദ് ഛോട്ടെ ഛോട്ടെ ലേക്കിൻ കാഫി മീഠേ മീഠേ ഥേ. ചെറുതായിരുന്നെങ്കിലും നല്ല സ്വീറ്റായിരുന്നു. अमरूदों के लालच में पप्पू के कई दोस्त भी बन गए थे और मिद्दू भी काफ़ी खुश थी. വീട്ടിലെ കുട്ടികൾക്കും ഒരു പ്രത്യേക സന്തോഷമായി. മിദ്ദു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എഴുത്തുകാരൻ പറയുന്നുണ്ട്, മിദ്ദുവിൻ്റെ വളർച്ചയും ഈ പേരയുടെ വളർച്ചയായിട്ട് അവൾ റിലേറ്റ് ചെയ്യുന്ന പോലെയാണ് ലേഖകന് തോന്നിയത്. പപ്പു വളരെ ഹാപ്പി ആയിരുന്നു, കാരണം ഒരുപാട് ഫ്രണ്ട്സായി. പിന്നെ അവനല്ലേ പേരക്കയുടെ ഓണർ. അപ്പോൾ ആ ഒരു പേരക്കയുടെ ഒരു ലാലച്ച്, ഒരു കൊതി കാരണം ഒരുപാട് ഫ്രണ്ട്സ് അവനോട് കൂട്ടുകൂടുകയും അവൻ ഒരുപാട് മനസ്സ് തുറന്ന് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുമായിരുന്നു. सबसे अच्छी बात तो यह थी कि अमरूद के पेड़ की छाँव में बैठकर परिवार वाले खूब समय बिताते, आपस में विचार विमर्श करते और लेखक को उस पेड़ से इतना लगाव हो गया था
कि नौकरी के सिलसिले में घर छोड़ना पड़ा तो सबसे अधिक याद उन्हें माँ की और अमरूद के पेड़ की आई. ഏറ്റവും കൂടുതൽ സന്തോഷം അത് അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് ആയിരുന്നു. അവിടെ ഇരുന്ന് അവർ ഒരുപാട് ചർച്ചകൾ നടത്തുമായിരുന്നു. പ്രായത്തിൻ്റെ വ്യത്യാസം മറന്നുകൊണ്ട് തർക്കിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായി ദൂരെ ടൗണിൽ പോകേണ്ടി വന്നപ്പോൾ ലേഖകന് തൻ്റെ അമ്മയെ മിസ് ചെയ്തതുപോലെ തന്നെ ഈ അമറൂദ് കാ പേടും മിസ് ചെയ്തു. समाज में व्याप्त अंधविश्वासों के सामने लेखक की माँ हार मान गई जब उन्हें लगा कि जीवन में कई बातें अशुभ घट रही है. പക്ഷേ പിന്നീട് ലൈഫിൽ വന്ന ഓരോ ട്രാജഡീസും ചെറിയ ചെറിയ ട്രാജഡീസ് ആണെങ്കിലും അമ്മ അത് റിലേറ്റ് ചെയ്തത് ഈ പേരച്ചെടിയായിട്ടാണ്. ഉൻകി അപ്നി ബീമാരി, അവർക്ക് ട്യൂബർക്ലോസിസ് ആയിരുന്നു. ബഡി ബഹു കാൽഗാവ്, മൂത്ത മരുമോള് വീട്ടിൽ നിന്ന് ഒരു മാറണമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. छोटे का निठल्लापन और लोगों का धंधे से बिखर जाना सबकी जड़ वे उस अमरूद के पेड़ को मान बैठती है. എല്ലാത്തിനും കാരണം ഈ ഒരു ചെടി ഇവിടെ നിൽക്കുന്നതാണെന്ന് അമ്മ ധരിച്ചു. वे स्वयं सत्याग्रह के दिनों में जेल जा चुकी थी. परिवार में अंतर्जातीय विवाह भी हुआ था, लेकिन माँ को अंधविश्वासों ने हरा ही डाला. ആ ജയിലൊക്കെ പോയ സ്ത്രീയായിരുന്നു. പക്ഷേ ജീവിതത്തിലെ ഓരോ ദുഃഖഘട്ടങ്ങൾ വരുമ്പോൾ അവരതിനങ്ങ് കീഴടങ്ങി, അന്ധവിശ്വാസത്തിനങ്ങ് കീഴടങ്ങി. परिवार के युवा पीढ़ी के मना करने पर भी अमरूद के पेड़ को काट दिया गया. यंग जनरेशन लेखक को सबसे अधिक दुख इस बात को लेकर हुआ कि जब उन लोगों की जिंदगी नई बुलंदियां छू रही थी तभी माँ को रूढ़ी और अशुभ के मिथ्या भय ने പരാജിത് കർ ദിയ. ഏറ്റവും അധികം വിഷമം എഴുത്തുകാരൻ എന്താ വന്നത്, അവരെല്ലാവരും ലൈഫിൽ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. വേ നൈ ബുലന്ദിയ ഛൂരേത്തെ, ദേ വർ റീച്ചിങ് ന്യൂ ഹൈറ്റ്സ്. അപ്പോഴാണ് അമ്മേനെ ഈ അന്ധവിശ്വാസങ്ങൾ കീഴടക്കിയത്. लेकिन लेखक को इस बात का संतोष ज़रूर है कि मिद्दू काफ़ी शुद्ध होती है अमरूद के पेड़ के कटने के प्रसंग को लेकर. പക്ഷേ ഈ പേരച്ചെടി വെട്ടിയതിൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ തൻ്റെ പെങ്ങളുടെ മുഖത്തുള്ള ആ ഒരു ദേഷ്യഭാവം കണ്ടപ്പം ലേഖകന് സന്തോഷം തോന്നി. അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. कहानी के अंत में घर के पिछवाड़े के पीपल के ऊपर से सूरज का प्रकाश का उस जगह पड़ना जहाँ अमरूद की जड़ हुआ करती थी ആശാവാദി പ്രതീത് ഹോത്തി ഹെ. ടുവേർഡ്സ് ദി എൻഡ് ഈ സ്റ്റോറി കുറച്ച് ഹോപ്പ് നൽകുന്നുണ്ട്. ആശാവാദിയാണ്. സൂര്യൻ്റെ പ്രകാശം വന്ന് ആ പേരച്ചെടി നിന്ന സ്ഥലത്ത് വന്ന് വീഴുന്നതും അതെന്തോ ഒരു പോസിറ്റീവ് എനർജി, ഇനിയെങ്കിലും ആ അന്ധവിശ്വാസങ്ങൾ മാറിയെങ്കിലും ഇനിയും ഒരു നന്മ വരും എന്നുള്ള ഒരു പ്രതീതിയാണ് ആ ഒരു സെൻറ്റൻസ് ആ സ്റ്റോറിയുടെ എൻഡിൽ എഴുത്തുകാരൻ കാണിക്കുന്നത്. धूप का वह चकता मानो समाज में व्याप्त सभी पिछड़ेपन को जड़ से ഉന്മൂലൻ കർ ദേഗി ऐसा प्रतीत होता है. ആ വെയിലിൻ്റെ ആ ഒരു സ്പോട്ട് വന്ന് വീഴുന്നത്, ആ ചെടി നിന്നിടത്ത് വന്ന് വീഴുന്നത്, ആ വെയിലിൻ്റെ ആ ഒരു തീക്ഷ്ണമായ ആ ഒരു സ്പോട്ട് വന്ന് വീഴുന്നത് എവിടെയാണ് വന്ന് വീഴുന്നത്? അമറൂദ് കാ പേട് നിന്നെടുത്ത്. അപ്പോൾ അത് ലേഖകന് തോന്നുന്നത് സമാജ് മേ വ്യാപ്ത് സഭി പിछड़ेपन को वो जड़ से ഉന്മൂലൻ കർ ദേഗി. സമൂഹത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളെ വേരോടെ എടുത്ത് മാറ്റാൻ ആ വെയിലിൻ്റെ ആ സ്പോട്ടിന് കഴിയും എന്നാണ് ലേഖകന് തോന്നുന്നത്. അപ്പോൾ അതായിരുന്നു ഗ്യാൻ രഞ്ജൻ്റെ അമറൂദ് കാ പേട്. പിന്നീട് ഞങ്ങളുടെ ടെക്സ്റ്റിൽ എഴുത്തുകാരനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് പോകണം, എക്സാമിന് അവിടെ നിന്നും വരും. ഇദ്ദേഹം 7വേं ദശകത്തിൻ്റെ എഴുത്തുകാരനായിരുന്നു. 1970s ഒരു എഴുത്തുകാരനായിരുന്നു, ഫേമസ്. ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആ ടെക്സ്റ്റിലുണ്ട്. പിന്നെ അദ്ദേഹത്തിന് എടുത്തു പറയാനുള്ളത് ഒരു കബാഡ് ഖാന എന്ന് പറഞ്ഞ ഗദ്യരചനാവും കായിക് അനൂഠ സംഗ്രഹമുണ്ട്, കബാഡ് ഖാന. അത് ഓർത്തിരിക്കുക. ഓക്കെ, ജുഡേ റഹിയെ, മസ്ത് റഹിയെ, ബെസ്റ്റ് ഓഫ് ലക്ക്.